ഹലോ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിചാരിക്കണു. അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ ചികിത്സയിലാണ് കേട്ടോ ഞാൻ. അപ്പം രാത്രിയൊക്കെ എനിക്ക് നല്ല ടയേർഡായിരുന്നു. ഒരു കുയിലാണെന്ന് തോന്നുന്നു കിടന്ന് കൂവുന്നുണ്ട്. അപ്പോൾ ഇപ്പം വെയിലിങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, രാവിലെ എണീറ്റപ്പോൾ ഇച്ചിരി ഉഷാറൊക്കെ തോന്നി, വലിയ പെയിനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോയിട്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അലക്കിയിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഞാൻ മാറ്റൊക്കെ ഇന്നലെ മുക്കി, നമ്മൾ വെള്ളത്തിൽ സർഫൊക്കെ ഇട്ടിട്ട് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇതിങ്ങനെ വരുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതവിടെ മുക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. ഇന്നലെ അത് കഴുകിയിടാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ ഇന്നും കൂടി ചെയ്തില്ലെങ്കിൽ ഇനി വൈകുന്നേരത്തേക്ക് എടുത്ത് വെച്ചാൽ വീണ്ടും നമ്മൾ വൈകുന്നേരം പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് വയ്യാണ്ടേ ആവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം മാറ്റൊക്കെ വന്നൊന്ന് വാഷ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്. അതുപോലെ ഇന്നലെ തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ടില്ല. ഇന്നത്തേക്ക് എല്ലാം ഉണങ്ങിയിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ വെയിലൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു സമയമായ കാരണം കൊണ്ട് ഒന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ഇത് അലക്കി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം വെയിലും വരും. അന്നേരം നമുക്കത് എടുത്ത് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ചെയ്യേണ്ടതെന്നാണ് ശരത്തേട്ടൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ മേലാണ്ടിരിക്കണ കാരണം കൊണ്ട് ശരത്തേട്ടൻ ഇന്ന് ലഞ്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഇന്ന് ലഞ്ച് കൊണ്ടുപോകണ്ട. അവരുടെ സ്കൂളിലൊരു ടീച്ചേഴ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടക്കണ കാരണം കൊണ്ട് ഇവർക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ അവർക്കും സ്നാക്സ് എന്തെങ്കിലും കൊടുത്തയച്ചാൽ മതി. പിന്നെ അത് മാത്രമല്ല, ശരത്തേട്ടൻ ഇന്ന് അവരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ബൈക്കിൽ പോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഓഫീസിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് മെയിനായിട്ട് ഞാൻ ഒരുപാട് നേരത്തെ എണീക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അവർക്ക് 8:30 പോയാൽ മതി. അപ്പോൾ അതൊരു സമാധാനം. അത് കാരണം കൊണ്ടാണ് ഈ മാറ്റ് അലക്കാനും എന്നും പറഞ്ഞിട്ട് മേലേക്ക് കയറി വന്നത്. എന്നോട് വേണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ വന്നിട്ടിട്ട് ഞാൻ ഇതുവരെയ്ക്ക് അലക്കിയിട്ടില്ല, മാറ്റൊന്നും കഴുകിയിട്ടില്ല. അത് നമ്മുടെ വാഷിംഗ് മെഷീൻ കേടാവില്ല, നമ്മുടെ തുണിയൊക്കെ അലക്കുന്ന സാധനമല്ലേ. കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യുന്നതായിട്ട് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അപ്പം ഞാൻ എന്താണെങ്കിലും കൈ കൊണ്ട് അലക്കിയിടാം. ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ രാവിലത്തെ മരുന്ന് എടുത്ത് കഴിച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ ടയേർഡാവും. അപ്പോൾ അതിന് മുന്നേ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സിമ്പിളായിട്ടൊക്കെ കുക്ക് ചെയ്താൽ മതിയല്ലോ. നമ്മളാകെ 2-4 ആളല്ലേ ഉള്ളൂ. നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന പരിപാടികളേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ പോയിട്ട് മാറ്റ് അലക്കിയിടട്ടെ. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും പിള്ളേർക്ക് സ്നാക്സ് എന്തെങ്കിലും കൊടുത്തേക്കണം, അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ. നമുക്കിനി പോയിട്ട് മാറ്റൊക്കെ അലക്കിയിടാം. എന്നിട്ട് നമുക്ക് താഴെ പോയിട്ട് ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബൊഗെയിൻവില്ലയാണെന്ന് പറയുള്ളൂ കേട്ടോ. ആക്ച്വലി ഇത് പൂവല്ല എന്നാണ് പറയുന്നത്, ഇതിൻ്റെ ഇലയാണെന്ന് അടുത്ത് പറയുന്നത് അത്ര. പക്ഷെ എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സത്യമായിരിക്കും അല്ലേ? ഇവരുള്ളവർ പറഞ്ഞതാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാമല്ലോ. അപ്പോൾ ഞാനിതാ മാറ്റൊക്കെ കഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ മാറ്റും ആദ്യം ഒന്ന് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ച് വിടുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ടാണ് കുത്തിത്തിരുമ്മയും പല തരത്തിൽ ഞാൻ കഴുകും കേട്ടോ. എനിക്ക് മാറ്റ് കഴുകുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരിതാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ആയിരിക്കും. നമ്മുടെ വീട്ടിലുള്ള എല്ലാ മാറ്റുകളും അത്യാവശ്യം വെയിറ്റുള്ള ടൈപ്പാണ്. അത് കാരണം കൊണ്ട് എടുത്തിട്ട് അലക്കാനൊന്നും പറ്റില്ല. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലേക്കൊക്കെ തെറിക്കും. അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ആർമാദിച്ച് നാട്ടിലൊക്കെ അലക്കുന്ന പോലെ എടുത്തിട്ട് അടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. മറ്റുള്ളവരെ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് മറ്റേ വീട്. അപ്പോൾ അവരുടെ അവിടത്തേക്കൊക്കെ തെറിക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ, അത് കരുതിയിട്ടാണ്. അപ്പോൾ ഞാനെല്ലാം മിക്കതും നല്ലപോലെ ബ്രഷ് വെച്ച് ഉരച്ച് നമ്മുടെ കല്ലിൽ തന്നെ നല്ലപോലെ ഉരച്ച് കഴുകുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ 2 മാറ്റ് വെച്ചിട്ടാണ് ഞാൻ കഴുകുള്ളൂ ഒരു ദിവസം. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പിന്നെ പാലൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ചൂടോടെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ അടുപ്പിലും ഓരോരോ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ബുൾസൈ വേണമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാല് തിളപ്പിച്ചു. പിന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ ഇതുപോലൊരു സിമ്പിൾ ബർഗർ പോലെ ഉണ്ടാക്കിയിട്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മേലേക്ക് കയറി ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ അങ്ങനെ എനിക്ക് ടൈമും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ ചെടി കണ്ട് എന്ത് രസമാണെന്ന് അറിയാമോ?
നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വെച്ച് നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാവും. പക്ഷേ ഇതിന് സൺലൈറ്റ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നല്ലപോലെ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ് ഇതിൻ്റെയൊക്കെ വിത്തെടുത്ത് വെക്കണം. അതല്ലെങ്കിൽ അതിൽ ഇട്ട് കൊടുത്താൽ വേറെ ഉണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ജമന്തി സെൻറ്റുമല്ലിയൊക്കെ ഓണത്തിൻ്റെ ടൈമിൽ ഉണ്ടാവുമായിരുന്നെങ്കിൽ പൂക്കളിടാൻ എന്തോ ഒരു ഉപകാരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ ഇത് കണ്ടപ്പോൾ. വീണ്ടും വീണ്ടും പൂത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു സമയത്ത് ബാംഗ്ലൂർ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാം കേട്ടോ. അതുപോലെ ലാൽബാഗിലൊക്കെ ഫ്ലവർ ഷോയും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ കാണാൻ. എനിക്കിപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്ന ടൈം തൊട്ട് ഞാൻ ബാർലി വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ഗ്ലാസ് വെക്കും. അത് മുഴുവൻ ഒരു ദിവസത്തിൽ കുടിച്ച് തീർത്താൽ മതി. പക്ഷേ എൻ്റെ ഉച്ചയാകുമ്പോഴത്തേക്കും കുടിച്ച് തീരും കേട്ടോ. ഞാൻ ഇത് തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവുക, ഇതൊക്കെ ഇല്ലാണ്ടിരിക്കാനായിട്ട്, നമ്മളുടെ ടോക്സിൻസൊക്കെ വെളിയിൽ പോകാൻ വേണ്ടിയിട്ട്, മൊത്തത്തിൽ നമ്മുടെ ഓർഗൻസിനെയൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് എടുക്കാനൊക്കെ ആയിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാനിപ്പോൾ 2.5 ലിറ്റർ വെള്ളം കുടിച്ചിട്ടും എൻ്റെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവണ കാരണം കൊണ്ടാണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡെയിലി കുടിക്കുന്നത്. നിങ്ങൾക്കും കുടിക്കാം ഡെയിലി ബേസിസിൽ. വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാട്ടെ. ഞാനിനി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന് ടേസ്റ്റ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ വെള്ളം കുടിക്കുന്ന ഫീല് തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. മിക്ക സ്ത്രീകൾക്കുള്ളൊരു പ്രോബ്ലമാണ് യൂറിനറി ഇൻഫെക്ഷൻ വരാമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ കിഡ്നിയിലുള്ള ഈ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ടോക്സിൻസിനൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പുറത്ത് കളയാനൊക്കെയും ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ഒരു പാക്കറ്റ് മേടിച്ചിട്ട് കുടിക്കാൻ തുടങ്ങിക്കോ. ഇതൊക്കെ വരാണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ബാർലി വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വർത്താനം പറഞ്ഞ് എന്തായി, തൈര് കൊണ്ട് അതിലേക്ക് ഒഴിച്ചു. അടിച്ചിട്ട് ഒഴിക്കണേന് പകരം നേരിട്ട് കുറച്ച് ഒഴിച്ചു. പിന്നെ ഞാൻ അടിച്ചു കൊടുത്തിട്ട് ഒഴിക്കുകയാണ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും പിന്നെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇട്ടിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടാണ് ഞാൻ മേലെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ തൈര് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇച്ചിരി ഉപ്പും പട്ടയും ഗ്രാമ്പും ഏലക്കായും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി വൈകുന്നേരത്തേക്കുള്ള കറിയാണ്. എന്നാലും ഇപ്പം അടിച്ചൊക്കെ വെക്കാം. രാത്രി വെള്ളത്തിലിട്ട് കാരണം ഇനിയും ഒത്തിരി നേരം വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ അടിച്ച് മാറ്റി വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ സൗകര്യം കിട്ടുകയാണെങ്കിൽ കറിയാക്കി വെക്കണം. ഇനിയിപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ക്ഷീണമായാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അതുപോലെ ഞാൻ നമ്മുടെ അരപ്പ് തയ്യാറാക്കുകയാണ്. അവിയലിലേക്ക് തേങ്ങയും കുരുമുളകും ജീരകവും ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്തു. പുളിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു തൈരിൻ്റെ, അതും നന്നായിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് കുക്കായി വന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് അടച്ചു വെച്ചു. അപ്പം നമ്മുടെ അവിയൽ റെഡി. ഞാനിപ്പോൾ ഡെയിലി 2 ഡേറ്റ്സ് വീതം കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല കുറച്ചധികം നാളായിട്ട് അങ്ങനെ തന്നെയാണ്. ഡേറ്റ്സ് മാത്രമല്ല ഫ്രൂട്ട്സ്, നട്ട്സും അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെയും കഴിക്കാറുണ്ട്. അപ്പോൾ അത് തീർന്നപ്പോൾ ശരത്തേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ഗ്ലാസ് ബോട്ടിലാക്കി വെക്കും. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഇത് കഴിയുമ്പോൾ അടുത്ത സെറ്റ് മേടിക്കും. അങ്ങനെ ഫില്ല് ചെയ്ത് വെക്കും കേട്ടോ. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പിള്ളേർ വീട്ടിലേക്ക് വന്നു കേട്ടോ. എൻ്റെ വിശേഷങ്ങളില് എന്തൊക്കെ വിശേഷം ഇനി വീഡിയോയിൽ കാണിക്കുമോയെന്ന് ചോദിച്ചായിരുന്നു. എൻ്റെ കുട്ടീനെ വീഡിയോയിലൊന്ന് കാണിക്കാമോ, സുന്ദരി കുട്ടീനെ ഒന്ന് വീഡിയോയിൽ കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ്. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ. തനുകുട്ടിക്ക് സുഖമാണോ? ആണോ? എങ്ങനെയുണ്ടായിരുന്നു സ്കൂളൊക്കെ? ഇന്ന് ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതാ? എന്നാ വാ അത് കയറ്.
തനുകുട്ടി എന്നോട് രഹസ്യമായിട്ട് ചോദിക്കുകയായിരുന്നു ആരമ്മ എന്നെ അന്വേഷിച്ചെന്ന്. ഞാൻ പറഞ്ഞു ഡെവിൽ കാർലോസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് കമൻറ്റ് വന്നത്. അത് നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് അയക്കുന്ന ഒരു ബ്രദറാണ്. അപ്പോൾ ആളെൻ്റെ അടുത്ത് മോളെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളെ കാണിച്ചത് കേട്ടോ. അപ്പോൾ പേരറിയാത്തതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. അപ്പോൾ തനുകുട്ടി ആ ചേട്ടനോട് ഹായ് പറഞ്ഞോളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിക്കു ഗേറ്റൊക്കെ അടച്ചു, ഞങ്ങൾ അകത്തേക്ക് വന്നു. അപ്പോൾ ഇവർക്ക് ഒരു ഓംലെറ്റ് എന്തെങ്കിലും ഉണ്ടാക്കാം, ഇന്നെല്ലാം വെജിറ്റേറിയൻ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സവോളയും തക്കാളിയും പച്ചമുളകും മല്ലിയിലയും ഉപ്പും മുട്ടയൊക്കെ ഇട്ട് നല്ലപോലെ അടിച്ചെടുത്ത് ഇച്ചിരി പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിതാ മുട്ട ഉണ്ടാക്കുകയാണ്. ഈ പാല് 2 സ്പൂൺ ചേർക്കണം കാരണം കൊണ്ട് ഈ മുട്ടയുടെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോളൂ. അതുപോലെ ഭയങ്കര ഫ്ലഫി ആയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ മുട്ട. അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അവിയൽ ഇപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചിരൽ പോലെ എടുക്കുക കേട്ടോ, കുഴഞ്ഞിട്ടുള്ള അവിയലൊന്നുമല്ല. അങ്ങനെയും വെക്കാം. എനിക്ക് ഇങ്ങനെ പറക്കി തിന്നാൻ. ഇത് വേണമെങ്കിൽ 4 മണിക്ക് ചായയുടെ കൂടെ വരെ നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ എല്ലാം വേറെ കിടക്കുന്ന തരത്തിലാണ് ഇന്ന് അവിയൽ വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നാൽ നല്ലപോലെ കുക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മുട്ട കണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണേ. ഞാനൊരു രസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യാഞ്ഞത്. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്ക് ഇവിടെ ആൾ വന്നു ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഈ കൈപ്പത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇന്നലെ ഇഞ്ചക്ഷൻ വെച്ചു, നമുക്ക് ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ജോലിക്ക് വരുന്ന കുട്ടി എനിക്ക് ചപ്പാത്തിക്ക് നമ്മുടെ ഫുൽക്കി ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള മാവ് കുഴച്ച് തരികയാണ്. നല്ല അടിപൊളിയായിട്ട് കുഴച്ച് തരും കേട്ടോ. അവൾക്ക് താഴെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം എന്ന് പറഞ്ഞിട്ട് താഴെ ഇരുന്നിട്ട് ചെയ്യുന്നത്. നല്ല ശക്തിയിൽ ചെയ്തു തന്നു. ആ ഡൗ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, നമ്മളൊന്നും ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ അവിടെ സെറ്റാക്കിയിട്ട് വെച്ചു. അപ്പോൾ ശരത്തേട്ടൻ വൈകുന്നേരം ഇച്ചിരി നേരത്തെ വന്നായിരുന്നു, കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമല്ലോ. അപ്പോൾ വരുന്ന വഴിക്ക് അമ്മാസ് പേസ്ട്രീസിൽ നിന്ന് പേസ്ട്രീസും കേക്കും അങ്ങനത്തെ ഐറ്റംസും പപ്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പപ്സ് എന്ന് പറഞ്ഞാൽ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോട്ടെ, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പപ്സ് ആയിരുന്നു. ഇതും അടിപൊളിയായിരുന്നു, മഫിൻസ്ന്നോ അങ്ങനെ എന്താണ്ടല്ലേ പറയുക ഈ സാധനം. അപ്പോൾ ഇതും അടിപൊളിയായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രീമിയാണ്, വൈറ്റും ഉണ്ട് ചോക്ലേറ്റിൻ്റെയും ഉണ്ട് കേട്ടോ. ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. പക്ഷേ അടിഭാഗം ഇച്ചിരി അത്ര സോഫ്റ്റ് ആയിരുന്നില്ല കേട്ടോ, പക്ഷെ കഴിക്കാൻ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ പിക്കു അതൊക്കെ അതേ തപ്പിത്തരഞ്ഞ് നിൽക്കുന്നുണ്ട് പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. പപ്സ് അടിപൊളിയായിരുന്നു, വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് അലുത്തലുത്ത് പോകും, അത്രയും സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പപ്സ്. ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല പപ്സ് കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ശരത്തേന് ഒരു കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. ഇവർ സ്നാക്സും ഇതൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പരിപാടികൾ നോക്കാം. ശരത്തേട്ടൻ എന്നോട് പറഞ്ഞു വേഗം ജോലിയിൽ തീർത്തോന്ന് കേട്ടോ. ഞാൻ ഗ്രീൻ പീസിൻ്റെ കറി വെക്കുകയായിരുന്നു. സവോള വഴന്ന് വന്നപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി വേറെ പാത്രത്തിലേക്ക് മാറ്റുള്ള മടി കൊണ്ടാണ് ഈ വക അക്രമങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ കരിയാണ്ട് തന്നെ ചെയ്യണം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമെങ്കിൽ ഇതിൽ ചേർത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ചേർത്ത കാരണം കൊണ്ടാണ് പിന്നെ ഇതിലേക്ക് ആക്കാഞ്ഞത്. പൊടികൾ കരിയാണ്ട് നല്ലോണം വഴറ്റി വരുമ്പോഴത്തേക്കും തക്കാളി ഒരെണ്ണം പഴുത്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് തക്കാളി നന്നായി കുക്കായി സോഫ്റ്റായിട്ട് ഈ മസാല മാറുമ്പോൾ നമുക്ക് ഈ മസാലേനെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടിയും ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ഇച്ചിരി കട്ടിയിൽ ആ ഒരു ഫുൽക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇത് ഇച്ചിരി കട്ടിയാവും. അന്നേരം വേണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചാലും മതി. അപ്പം തൽക്കാലം ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞങ്ങളപ്പോൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. സമയം 6:15 അപ്പോൾ പോയിട്ട് നമ്മുടെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. എടുത്തിട്ട് വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് കുഴപ്പമില്ല. പിന്നെ വന്നിട്ട് നമുക്ക് ഫുൽക്കൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഭാഗ്യത്തിന് അത് അവൾ ചെയ്ത് തന്ന കാരണം കൊണ്ട് എനിക്കിനി അത് പരത്തി വെക്കുകയുണ്ട്. പിന്നെ ശരത്തെണ്ണൊക്കെ ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാനായിട്ട്.
പിന്നെ ഞാൻ വലിയ കാര്യമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പം പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കട്ടെ. 2 ദിവസം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നാളെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഴുത്തിന് എന്തോ ഒരു വീങ്ങൽ പോലെ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പിന്നെ ഫേസിലേക്കൊക്കെ ഇങ്ങനെ ഒരു വീങ്ങിയ പോലെ എന്ന് പറയുന്നു. അത് കാരണം കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒന്ന് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ പ്രഷറും ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു, അതിലൊന്നും കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ നോർമലാണ്. അപ്പോൾ തൈറോയിഡും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് പാത്രം കൊണ്ടാക്കിയിട്ട് തുണി തനുകുട്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇരുട്ടായിട്ടുണ്ടാവും, നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ഇരുട്ടാണേ. അപ്പോൾ നമുക്ക് താഴെ പോവാം, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അങ്ങനെ ഹെൽത്ത് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കത്തിയൊന്നുമല്ല കേട്ടോ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഡോക്ടറെയൊക്കെ കണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ കാണാനും നമുക്ക് ചികിത്സ തേടാനും ഒക്കെ പറ്റും കേട്ടോ. നല്ല ഹോസ്പിറ്റലാണ്, നല്ല സൂപ്പർ കെയറിങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കമ്പനി ഇവിടെ കുറേ മലയാളികളൊക്കെ ഉണ്ട്, അത് കാരണം കൊണ്ട് ഒരുപാട് സംസാരിക്കുകയും വിശേഷങ്ങൾ പറയും. ഞങ്ങളെയൊക്കെ നല്ല പരിചയം, സ്ഥിരം ഇവിടെ തന്നെയാണല്ലോ എന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. ഇന്ന് ഒരു ആശ്വാസമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരെണ്ണേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ 2-3 എണ്ണം കുത്തിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പം എനിക്കിതാ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. തനുകുട്ടിയാണ് കേട്ടോ ഇത് വീഡിയോ മുഴുവൻ റെക്കോർഡ് ചെയ്തത്. അവൾക്ക് ഇത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു, അതുകൊണ്ടാണ്. അല്ലാണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്താലേ, എന്നാൽ പിന്നെ വ്ളോഗിൽ ആഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ കുറച്ച് നേരത്തേക്ക്, ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിങ്ങനെ കണ്ണ് കാണാത്ത ഒരവസ്ഥ തോന്നും, തല ചുറ്റുന്ന പോലെ എന്തൊക്കെയോ. ആ മരുന്ന് കയറേണ്ട ഒരു എഫക്റ്റാണ്. അപ്പോൾ അവരെന്നോട് ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ അതും റെക്കോർഡ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഈ വ്ളോഗ് തുടരാനുള്ള ശേഷി എനിക്കില്ലാത്ത കാരണം കൊണ്ട് ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.